സ്വീകരിച്ച് നമ്മുടെ തിയേറ്ററിലേക്ക് ഇതാ സുരേഷ് ഏട്ടൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ ഒരു ഓർമ്മ. ആദ്യത്തെ പ്രാവശ്യം വന്നത് പാപ്പനായിരുന്നു, അതൊരു ഭീകര ഹിറ്റായിരുന്നു. അതുപോലെ അടുത്ത ഹിറ്റിന്റെ തുടക്കം ഇന്ന് നമ്മൾ രാഗത്തുനിന്ന് കുറിക്കുകയാണ്. അതിന് നമ്മുടെ രാഗം തിയേറ്റർ തന്നെ തെരഞ്ഞെടുത്ത സുരേഷ് ഏട്ടന് വളരെ വളരെ നന്ദി, അല്ലെങ്കിൽ സ്നേഹം എല്ലാം കലർന്ന് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ആശംസ ഞാൻ നേരുന്നു. വീണ്ടും വീണ്ടും ഇതുപോലെ ഹിറ്റുകൾക്ക് വേണ്ടി രാഗത്തില് സുരേഷ് ഏട്ടൻ വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സുരേഷ് ഏട്ടനെ ഈ പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. തള്ളല്ലേട്ടാ മതിയാ ചേട്ടാ ഒന്ന് ഒതുങ്ങിട്ടാ. അടുത്തതായി ഇതുപോലൊരു സൂപ്പർ ഹിറ്റ് നമുക്ക് സമ്മാനിച്ച സുരേഷ് ഏട്ടന് എല്ലാവർക്കും വേണ്ടി ഒരു ഷാൾ അണിയിച്ചുകൊണ്ട്, ഇതൊന്നും ഒന്നല്ല എങ്കിലും ഇതൊരു തുടക്കമാവട്ടെ. പിന്നെ ഈ ഒരു ഹിറ്റ് നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ഇതാ ഇവിടെ സന്നിധനാണ്. അദ്ദേഹത്തിനും എന്റെയും ഈ രാഗം തിയേറ്ററിന് വേണ്ടി എല്ലാ ഫാൻസിനും വേണ്ടി ഷാളണിയിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ രാഗത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത സിനിമ അദ്ദേഹത്തിന്റെ ഇതുപോലെ സൂപ്പർ ഹിറ്റായി ഇവിടെ കളിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇത് സമൂഹത്തിലെ ജാനകിമാർ. ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഈ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി സഹായിച്ച ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് ആശംസിക്കുന്നതിന് സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരൊറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു, ആശംസിക്കുന്നു. നന്ദി. മൈക്ക് സംവിധായകന് കൊടുക്കുക. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ജീവിതത്തിൽ കടന്നു പോകുന്നത്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇരിക്കുന്ന കലാകാരന്മാർ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ സിനിമ. അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടായാലും സുരേഷിനോട് ഇവിടെ തന്നെ സിനിമ കാണാൻ തീരുമാനമെടുത്ത് ഇവിടെ തന്നെ വന്നതിന്റെ കാരണം കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഈ സിനിമയിൽ അഭിനയിച്ച വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാം ഇവിടെ എത്തി നിങ്ങളോട് ഇരുന്നിട്ടാണ് സിനിമ കണ്ടത്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സുരേഷ് ഏട്ടനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് എന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഓൾ. ഒരുപാട് സന്തോഷം. ശരിക്കും ഞാനിപ്പോ അനുപമ, ശ്രുതി, മാധവ് മിസ് ചെയ്യുന്നു. I wish I could watch the movie with them also. പക്ഷേ super movie. Thank you so much for making me a part of this movie. Thank you very much. എന്താ നല്ല ഒരു സെലിബ്രേഷൻ മോഡാണ്, സന്തോഷത്തിന്റെ വർത്തമാനം എന്ന് പറയുന്നത്. എന്താ ഗദ്ഗതത്തിലൊക്കെ ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. അത് ബിക്കമിങ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ആദ്യം അത് റിലീസാവും എന്ന് വിചാരിച്ച തീയതിയുടെ കഷ്ടിച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം മുമ്പാണ്. 17-ാം തീയതി ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന മനോരമയിൽ ഒരു ഡിസ്കഷൻ. എന്താ കുട്ടിയുടെ പേര്? അർച്ചന നടത്തിയ ഒരു ലീഗൽ ഡിസ്കഷന്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് പ്രവീൺ പറഞ്ഞ ഒരു വാചകമാണ് എന്റെ മസ്തിഷ്കത്തെ എന്താണ്
പ്രക്ഷാളനം ചെയ്ത് അങ്ങനെയാണ് പറയുന്നത്. പ്രക്ഷാളനം. സാർ, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അറിയില്ല. പ്രക്ഷാളനം അല്ല, നമ്മുടെ ഇന്റലക്റ്റിനെയും നമ്മുടെ മസ്തിഷ്കത്തിന് പിന്നിൽ എന്താണെന്ന് മസ്തിഷ്കം സാധാരണ ഇതാണ് പറയുന്നത്. അതിന്റെ പിന്നിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ബുദ്ധി, യുക്തി, വിസ്ഡം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ നയിക്കണമെങ്കിൽ ആ ചിന്താ കേന്ദ്രത്തെ മഥിച്ച ഒരു വാചകമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അമ്മമാരുണ്ടത്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, കാമുകിമാരുണ്ട്. ഞാൻ ഒരു ബ്രാക്കറ്റിലുമല്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോ അതിൽ ഒരു നല്ല അംശത്തോടെ അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിയിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെ അത് ജീവിത വഴിയിൽ സംഭവിച്ച് വന്നു. ഒരുപക്ഷെ അതിനൊക്കെ തിരിച്ചൊരു ഏറ്റുപറച്ചിലോ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും സാധ്യമായില്ല എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ ചെയ്തത് വഴി ഞാൻ കളക്റ്റീവായിട്ട് ആ ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലുമാണ് ഈ സിനിമയുടെ രചനയിലൂടെ ഞാൻ നിർവഹിച്ചിട്ടുള്ളതെന്ന് ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റാറി ഫിലിമിന്റെ ഒരു പാരാഫർമേലിയ എന്ന് പറയുന്നതെല്ലാം ഇത് വന്ന് കാണുന്നതിന് നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായി മാറും. പക്ഷേ ആ ക്ഷണക്കത്തിന് നിങ്ങൾ മര്യാദയും മൂല്യവും നൽകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വർത്ത് ഇറ്റ്. ഐ തിങ്ക് ദ ഫിലിം ഹാസ് പ്രൂവ്ഡ് ടു ബി എ റിയൽ വർത്ത്. അത് എനിക്ക് നിങ്ങളുടെ പത്രസമൂഹത്തിൽ പലരും വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. സിനിമ സമൂഹത്തിൽ നിന്നുള്ള ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് സിനിമ പ്രവർത്തകർ, അത് നടീനടന്മാരായാലും ശരി തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ പെടുന്നവർ വന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനത് കേരളത്തിന്റെ അല്ല, ഒരുപക്ഷെ ഈ ഭാഷ മനസ്സിലാവുന്നത് ഇത് 5 ഭാഷയിലാണ് ഇന്ത്യ മുഴുവൻ, അതുപോലെ തന്നെ ലോകം മുഴുവൻ 1000 സ്ക്രീൻസ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ്. നാളെ കൊണ്ട് അത് തെളിയുന്നതാണ് വിചാരിക്കുന്നത്. 1000 സ്ക്രീൻസ് വേൾഡ് വൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോ 500 സ്ക്രീൻ കേരളത്തിൽ അത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഈ അഭിപ്രായം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കടന്നാലും ഈശ്വരാനുഗ്രഹമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അതൊരു പക്ഷേ ഇതിന്റെ പണപ്പെട്ടിയെ ഉന്നമിച്ചല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തൊരു യുക്തിപ്പെട്ടിയുണ്ട്. ആ യുക്തിപ്പെട്ടി നീതി ബോധത്തിനും മുകളിൽ, ന്യായ ചർച്ചയ്ക്കും മുകളിൽ ഒരുപക്ഷെ നീതിയുക്തമായ, ന്യായയുക്തമായ, മനുഷ്യത്വപരമായ ഒരു നീതി നിർവഹണത്തിന്, ലീഗൽ ഡെലിവറൻസ്, അതിനുവേണ്ടി പുതിയ ഒരു നവോത്ഥാനം സംഭവിക്കുമെങ്കിൽ ഈ സിനിമയുടെ അവസാനത്തെ രംഗത്തെ ആ വരികളും അത് ലോകം ചർച്ച ചെയ്യുന്നത്, മീഡിയ അത് ക്യാരി ചെയ്യുന്നത്, അതിനുശേഷം ഒരുപക്ഷെ വളരെ സയന്റിഫിക് ആയിട്ട് എങ്ങനെ ഈ ഭ്രൂണം എങ്ങനെ അതിന്റെ ജീവിതം നിഷേധിക്കാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയുടെയും ബേസിക് നോളജ് ഇല്ലാത്ത, എന്നാൽ അത് മുഴുവൻ ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് 2 നീതി ദൈവങ്ങൾ, ഒരു നീതി ദേവനും ഒരു നീതി ദേവതയും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വരി എന്ന് പറയുന്നത് പെൺമയ്ക്ക്, സ്ത്രീത്വത്തിന് അഭിമാനകരമായ ഒരു സംഭാവന തന്നെയാണ്. ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം തന്നെയാണ്, ഇപ്പൊ അഭിമാനം കൂടിയാണ്. ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഏതാണ്ട് 6 മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ എപ്പോ ചെയ്യും എന്നുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പം 4 വർഷമാണ്, 3.5-4 വർഷമാണ്. ഒരുപക്ഷെ നമ്മൾ തുടങ്ങിയത് ഗരുഡന് മുമ്പാണ്. നവംബർ 7-ാം തീയതി 2022 ഈ സിനിമ തുടങ്ങിയത്.
അധികം ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഫിനാൻഷ്യൽ ക്രഞ്ചൊക്കെ ഒരുപാട് സിറ്റുവേഷൻസിലുണ്ട്. അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഫനീന്ദ്രകുമാർ ആയാലും കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ആയാലും ശരി തന്നെ, പിന്നെ സേതുരാമൻ നായകയും അതുപോലെയുള്ള കോ പ്രൊഡ്യൂസേഴ്സിനെ റോപ്പിൻ ചെയ്ത് കൊണ്ടുവന്നാണ് ഫൈനലി സുജിത്ത് ഗോകുല, ഞങ്ങളുടെ ഡ്രീം ബിഗിന്റെ സുജിത്തും ഒക്കെ ചേർന്നാണ് ഇതുപോലെ ഒരു രക്ഷകനായിട്ട് പാപ്പനും ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ഇതെങ്ങനെ എത്തും എന്ന് പറയുന്നത് ഉത്തരമായി മാറിയത് ഗോകുലം ഗോപാലേട്ടന്റെ ശിഷ്യൻ സുജിത്താണ് മുന്നോട്ട് വന്നത്. ഡ്രീം ബിഗ് ലോകം മുഴുവൻ അഭിമാനകരമായ നേട്ടങ്ങൾ കൊല്ലുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഹാൻഡിൽസും എല്ലാ വെപ്പൺട്രിയും ഉപയോഗിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസമുണ്ട്. ഇത് പണം മാത്രമല്ല, ഖ്യാതിയും വാരിക്കോരട്ടെ. Who is going to have this big bite? The director. Director. ഓ രണ്ട് പീസാക്കി രണ്ടാളും സന്തോഷം ഷെയർ മൊത്തം ഒരു ബട്ടർഫ്ലൈ ആണ്. ഇതിനകത്തുനിന്ന് ഈ സിനിമയുടെ ടീമിന് എല്ലാവർക്കും വിജയം കിട്ടാം. ആദ്യത്തത് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടായിരുന്നു. സിനിമയുടെ എല്ലാവരും